വെൽക്കം ടു ബ്രൗണിഷ്. ഞാൻ ഇന്നൊരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ചെറിയൊരു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടിരിക്കുക. ഈ ലുക്കൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോൺടാക്ട് ലെൻസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനതിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നമ്മളിപ്പം ഏതൊരു ഫംഗ്ഷനൊക്കെ ചെറിയ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നൊരു ടൈമിൽ കോൺടാക്ട് ലെൻസ് വെച്ചാൽ കുറച്ചും കൂടി ആ മേക്കപ്പും ലുക്കും ഒക്കെ ഒന്ന് എടുത്ത് നിൽക്കാൻ നല്ലതായിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു. അതെ, എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് അക്വ കളറിൻ്റെ ഒരു സ്പൈസി ഗ്രേ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് ഇത്, ഈ കോണ്ടാക്ട് ലെൻസ് ഉണ്ടോ. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഇത് ഓൾറെഡി ഒരു സൊല്യൂഷനകത്ത് ഇട്ടിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കണ്ടോ ഒരു വെള്ളത്തിൻ്റെ അനക്കം കണ്ടോ. ഓക്കെ, നമ്മൾ അതിൽ നിന്ന് എടുക്കണം ആദ്യം. ഇത് ഞാൻ സെപ്റ്റോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നമുക്കിവിടെ ഇതുണ്ട്, കട്ട് ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. ഞാനിത് സ്വന്തമായിട്ട് ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. അപ്പം എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കാണാം. ഇളക്കിയെടുത്തു. നമ്മുടെ കൈ ക്ലീൻ ആയിരിക്കണം കേട്ടോ, കാരണം നമ്മുടെ കണ്ണിനകത്ത് വെക്കാനുള്ളതല്ലേ. ആദ്യം ഞാൻ കൈയൊക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഞാൻ ഒരെണ്ണം ഫിക്സ് ചെയ്തു ഗൈസ്. കുറേ നേരത്തെ പണിയാണ്. ഫസ്റ്റ് ടൈമായിട്ട് സ്വയം ചെയ്തുകൊണ്ടായിരിക്കും. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ കണ്ടോ കാഴ്ചകളൊക്കെ വളരെ വ്യക്തമാണ്, പക്ഷേ ഇങ്ങനെ കരയേണ്ടൊരവസ്ഥ മതി. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിക്കും മേക്കപ്പ് ചെയ്യണമായിരുന്നു കേട്ടോ, കാരണം എനിക്ക് കുറേ ടൈം എടുത്തു ഇതിങ്ങനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നത് കൊണ്ട് കുറേ മേക്കപ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇത് ഏതായാലും ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ അങ്ങനെ എൻ്റെ ഒരു കണ്ണിൽ ലെൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്തു, കണ്ണിൽ നിന്ന് വെള്ളം ഒരുപാട് വരികയും ചെയ്തു. അത് കാരണം മേക്കപ്പ് പോയിട്ടുണ്ട്. നമുക്കൊരാളുടെ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മേക്കപ്പ് ഇത് ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവും തോന്നുന്നില്ല. കണ്ണിൽ നിന്ന് വെള്ളം വന്ന് കുറച്ച് മേക്കപ്പ് പോയി, മുക്കിന്ന് വെള്ളം വന്ന് വീർക്കുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിലൊന്ന് നനഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി സെക്കൻഡ് വൺ ഫിക്സ് ചെയ്യാം. ഓക്കെ, ഞാനാണെങ്കിൽ കൈയും പിന്നെ ബഡ്സും രണ്ടും കൂടെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരെണ്ണം ഫിക്സ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെയും ഫിക്സ് ചെയ്യാം. ഇതിനൊരു പ്രത്യേക ടൂളുണ്ട്, അതെൻ്റെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കൈയും ബഡ്സും കൂടെ ഒന്നിച്ച് ഉപയോഗിച്ചിട്ട് വെക്കുന്നത്. കൈ മാത്രം ഉപയോഗിച്ച് വെക്കുന്നവരുണ്ട്, ടൂൾ ഉപയോഗിച്ച് വെക്കുന്നവരുണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ ഈ കൈയും ബഡ്സും കൂടെ യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പോവാണേ. അപ്പം നമ്മളിതിൻ്റെ ഒരെണ്ണം ഓപ്പൺ ചെയ്തെടുത്തിട്ടുള്ളായിരുന്നു, മറ്റേതും കൂടെ പൊട്ടിക്കാണ്. ഓക്കെ, അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഫിക്സ് ചെയ്യാൻ നോക്കുന്തോറും തെന്നി പോവാണേ. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഞാൻ രണ്ടാമത്തെ കണ്ണിൽ കോണ്ടാക്ട് ലെൻസ് ഫിക്സ് ചെയ്തു.
ഞാൻ കുറേ പരിശ്രമിച്ചു എന്ന് നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു കരഞ്ഞ ഫീൽ. അതെന്താണെന്ന് അറിയാമോ, എനിക്ക് ചെറിയൊരു പണി കിട്ടി. ഈ ഒന്നാമത്തെ കണ്ണ് ഫിക്സ് ചെയ്ത ടൈമിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചെറിയ ബ്രേക്ക് എടുത്തായിരുന്നേ. ബിക്കോസ് എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഞാനിത് കുറച്ച് എടുത്ത വീഡിയോ ലാപ്പിലേക്ക് മാറ്റിയിട്ട് ഇതെല്ലാം ഡിലീറ്റ് ചെയ്തു. അങ്ങനെ ബ്രേക്ക് എടുത്ത ടൈമിൽ ഞാൻ ഇച്ചിരി ചോറൂടെ കഴിച്ചാലോ എന്ന് കരുതി ഇച്ചിരി മീൻകറി വിട്ട് ചോറൊക്കെ തിന്നായിരുന്നേ. എന്നിട്ട് ഞാൻ കൈയെല്ലാം കഴുകി. പിന്നെ നമ്മൾ കൈ കഴുകാതിരിക്കത്തില്ല, കൈ കഴുകി. പക്ഷെ അതങ്ങോട്ട് ഒന്നും ഇല്ലായിരുന്നു കയ്യിൽ. പക്ഷെ എന്തുകൊണ്ടോ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ കണ്ണ് ഭയങ്കരമായിട്ട് നീറി രണ്ടാമത് വെച്ചത്. ഉയ്യോ, ഞാൻ കണ്ണ് പൊത്തി ഞാൻ നടന്നു. ഞാൻ ഇതുപോലത്തെ ഒരു നീറ്റൽ എൻ്റെ കണ്ണിൽ ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ല. ഞാനിപ്പോൾ തല കറങ്ങി വീഴും. അത്രയ്ക്ക് ഇങ്ങനെ ഫെയിൻ്റ് ആയി പോകുന്ന പോലെ ഇരുട്ട് കയറി ബ്ലൈൻഡ് ആയിപ്പോയി. അപ്പം വേറെ ഒരു വിഷയം ഇല്ലാന്ന് തോന്നുന്നു. ഇതിനൊന്നും വന്നില്ലല്ലോ, ഇടയ്ക്ക് കഴിച്ചതിൻ്റെ ഇതാന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കൈ വാഷ് ചെയ്ത ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. പിന്നെ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല, ഇതൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. ശരിക്കും ഇത് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഇത് കോണ്ടാക്ട് ലെൻസ് വെച്ചത്. ശരിക്കും ആദ്യമേ കോണ്ടാക്ട് ലെൻസ് വെക്കുക, അതിന് ശേഷം ഒന്ന് റിലാക്സ് ആയ ശേഷം മേക്കപ്പ് ചെയ്ത് തുടങ്ങുക. അതാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതെല്ലാം പോകും. ബിക്കോസ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും പോകുമായിരിക്കും. എക്സ്പീരിയൻസ് ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ആദ്യമേ ലെൻസ് വെച്ച ശേഷം പിന്നെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുക. ഐ മേക്കപ്പ് ഒക്കെ നല്ലതായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലെൻസ് വെക്കുമ്പം കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അതിന് കുറച്ച് മേക്കപ്പ് ഇതൊക്കെ വ്യത്യാസം വരും. ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്തുകൊണ്ട് പിന്നെ ഇവിടെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ വന്ന് ലിപ്സ്റ്റിക് ഇരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത ടൈമിൽ എവിടെയൊക്കെ തട്ടി എൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോ കണ്ടവർക്കറിയാം, ഇവിടെ കയ്യിലൊക്കെ ലിപ്സ്റ്റിക്ക് വന്നിരിപ്പുണ്ട്. നമ്മൾ ആദ്യമേ ലെൻസ് വെച്ച ശേഷം മേക്കപ്പ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഇപ്പം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ണിന് വന്നൊരു ഒരു കുറച്ച് നേരത്തേക്ക് നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഉള്ളത് പറയണമല്ലോ. കുറച്ച് ഇത് എനിക്ക് വല്ലാതെ എനിക്കൊന്ന് വേദനിച്ചു. ഞാൻ ഈ കോണ്ടാക്ട് ലെൻസിൻ്റെ കൂടെ വേറെ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കോണ്ടാക്ട് ലെൻസ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്കിതൊരു സൊല്യൂഷനിൽ ഇട്ടാക്കിയിട്ട് ഞാൻ ആദ്യം കാണിച്ചില്ലേ. അപ്പം ഇത് നമ്മൾ വീണ്ടും സ്റ്റോർ ചെയ്യുന്ന സമയം വീണ്ടും സൊല്യൂഷനിലിട്ട് വേണം, ബോക്സിലാക്കി വേണം സൂക്ഷിച്ച് വെക്കാൻ. അപ്പം ഇതിനകത്ത് അതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഊരി എങ്ങനെയാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് സൊല്യൂഷനകത്ത് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതെന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും അടുത്ത വീഡിയോയിൽ ഈ കുട്ടി ബോക്സിൽ എന്താണെന്ന് കാണാൻ വീണ്ടും വരണം. ഓക്കെ, താങ്ക് യു, ബൈ, ടേക്ക് കെയർ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോസ് കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.